നമസ്കാരം സുഹൃത്തുക്കളെ, ഡിഷ് ക്ലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഷാമിൻ്റെ അനിയോടെ ചെയ്ത കുക്കിംഗ് വീഡിയോ ആണ്. കൊല്ലം സ്പെഷ്യൽ മട്ടൻ കറി. കൊല്ലത്ത് ഫേമസ് എന്തൊക്കെയാണെന്നറിയോ? മട്ടൻ കറി, അതേപോലെ തന്നെ ഉണ്ണിയപ്പം. അപ്പം എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. സ്പെഷ്യൽ മട്ടൻ കറി. വെള്ളിക്കളയല്ല, നമുക്കകത്താണ് വേണ്ടത്. ഈ തണ്ണിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറ ചിക്കുവിനോടൊപ്പം മോനു സോനു. കട്ട്. നാട്ടിലോടി വിളയാടി നടന്ന മട്ടനെ തട്ടി ചട്ടിയിലാക്കി. അങ്ങനെ വീടിൻ്റെ അടുത്തൊരു മട്ടനെ കട്ട് ചെയ്തായിരുന്നു. അതിനെ മേടിച്ച് ചട്ടിയിലാക്കിയിട്ട് മട്ടനെ കൊണ്ടുവന്നിട്ട് നല്ല കുടംപുളി ഇട്ട് വെള്ളം ഒഴിച്ച് കഴുകണം. അപ്പോൾ ആ ഒരു വൃത്തിയായിട്ട സ്മെല്ലും ആ ഒരു എല്ലാം മാറും. അങ്ങനെ വൃത്തിയായിട്ട് കുടംപുളി ഇട്ട് കഴുകി മട്ടനെ നല്ല നമ്മുടെ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ മസാല പരിപാടിയാണ്. ആദ്യം തന്നെ മനോഹരമായിട്ട് നമുക്ക് ഉപ്പിട്ടു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അധികം ചില്ലി പൗഡർ ഇടണ്ട. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് കൊല്ലം സ്പെഷ്യൽ മല്ലിപ്പൊടി, നല്ല ഉണക്കി പൊടിച്ച മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി നല്ലതാണ്. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. പിന്നെ അത്യാവശ്യം ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച്, പിന്നെ നമുക്ക് വീട്ടം വിട്ടുന്ന വെച്ച കരിയാപ്പില അങ്ങോട്ട് ഇങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തണ്ടിട്ട പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്, നല്ലപോലെ മാരിനേറ്റ് ചെയ്തതിനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്കൊരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. എങ്കിലേ ആ മസാലയൊക്കെ അങ്ങനെ നല്ലപോലെ ഊറി പിടിക്കത്തുള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊണ്ട് തന്നെ നല്ല റെഡ് കളറായിട്ട് വരും. ഇങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മുടെ കുക്കറിലോട്ട് കുക്കറിൽ തട്ടിയിട്ട് കുക്കറിൽ തട്ടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തുള്ളി പോലും കളയില്ല. അതിനകത്ത് ഒരു പീസിനായിരിക്കും ആ ടേസ്റ്റ് ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം അവസാനത്തിൽ ഇതിലൂടെ വടിച്ചൊഴിച്ച് കുക്കറെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ച് ടക്കേ നന്നാക്കി നമ്മൾ ഇനി ഒരു 5 വിസിലിന് വെയിറ്റ് ചെയ്യാം. 1 അല്ല 2 അല്ല 3 അല്ല 5 വിസിൽ. 5 അടിച്ചു കഴിയുമ്പോഴത്തേക്കിന് പതുക്കെ ഓഫ് ചെയ്യുക. ആവശ്യത്തിന് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, മുളക് എല്ലാം എടുത്ത് ടക്കടക്കടക്കടക്കടക്കട കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ആവശ്യത്തിന് വലിയ ഒരു ഉരുളി എടുത്ത് വെക്കുക. നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അങ്ങോട്ട് എണ്ണയെ തിളയ്ക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. കടുക് ഇട്ട് കൊടുക്കുക. ഞാൻ നാട്ടിൽ പറയുന്നൊരു കാര്യം പറയും, നല്ല മനസ്സുള്ള ഒരു കടുക് ഇട്ടാലേ പൊട്ടത്തുള്ളൂ. അവിടെ കടുക് ടക്കേന്ന് പൊട്ടുന്നു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ജഗജഗാന്ന് ഇളക്കുമ്പോൾ കൂട്ടത്തിൽ 2 കരിയാപ്പില ഇട്ട് കൊടുക്കുക. കരിയാപ്പിലയുടെ ഫ്ലേവർ ഉള്ളി പിടിക്കട്ടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അങ്ങനെ ഉള്ളി ഒന്ന് ഏകദേശം വാടി കഴിയുമ്പോൾ നമുക്കത് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് അത് റെഡിയാവും. അത് എണ്ണ വേണ്ട. ഏകദേശം ഒന്ന് റെഡ് കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കിന് നമുക്ക് നേരത്തെ കട്ടി വെച്ചിരുന്ന തക്കാളിയും മുളകും ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെയും കരിയാപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കരിയാപ്പില പിന്നെയും ഇതിനിടുന്നത് കരിയാപ്പിലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മച്ചന്മാരെ. പിന്നെ നമ്മൾ വീണ്ടും മസാല ഇടാൻ പോവുകയാണ്. മാജിക് മസാലാസ്, അതായത് മുളകുപൊടി, മല്ലിപ്പൊടി നേരത്തെ നമ്മൾ ഇട്ടാൽ അനുസരിച്ച് ഇടാവുള്ളൂ, അല്ലെങ്കിൽ എരിഞ്ഞ് പിടിവിട്ടു. മഞ്ഞപ്പൊടി, പെപ്പർ പൗഡർ അത്യാവശ്യം നല്ല ഇട്ടു. പിന്നെ മട്ടൻ മസാല, നമ്മുടെ കൊല്ലംകാർക്ക് നല്ല എരി വേണം, അതുകൊണ്ട് തോനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് പെരുംജീരകം ഇങ്ങനെ കുറച്ച് പെരുംജീരകവും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അടിക്ക് പിടിക്കാതെ ചെറിയ തീയോട് ഇങ്ങനെ ഇളക്കി ഒരു പരുവായി നല്ല മസാലയുടെ പച്ചമണമൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ മട്ടൻ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. മട്ടനും ആ സ്റ്റോക്ക് വാട്ടർ കൂടെ ഒഴിക്കണം. അത് വെന്ത വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുക. എന്നിട്ട് ഇത്തിരി പോലും വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ കൊല്ലം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് ഇരിക്കുന്ന മട്ടൻ കറി ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇത്ര വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ജഗജഗാന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മട്ടൻ ഓൾറെഡി വെന്തയാണ്. എങ്കിലും ഈ മസാലയും മട്ടനും കരിയാപ്പിലയും ഉള്ളി എല്ലാം കൂടെ ഒന്ന് വെന്ത് അവരെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് അവരെല്ലാം ഒരു സ്നേഹത്തോടൊന്ന് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം ചെറിയ തീയിലൊന്നിങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് തീ കൂട്ടുക. അപ്പോൾ ഇങ്ങനെ വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ വെട്ടിത്തിളക്കുമ്പോൾ തന്നെ നാട്ടിൽ കൂടെ കപ്പലോടും. അത് വേറെ പോക്ക്. കുറച്ച് നേരം നമുക്ക് തീ ഒരു മീഡിയം വെച്ചിട്ട് അടച്ചു വെക്കാം. സംഭവം വെന്ത് വറ്റി വന്നിട്ടുണ്ട്. വീണ്ടും കരിയാപ്പിലയും ഒക്കെ ഇട്ട് നമുക്കിനി അടിക്കാം. ചോറിൻ്റെ കൂടെ മട്ടൻ ഇങ്ങനെ ടക്കേ ഇട്ടിട്ട് അടിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കി ഇതിനകത്ത് എന്താണ് ഇത്ര സ്പെഷ്യലെന്ന്. ഒരു സ്പെഷ്യലായിട്ട് ഇതൊരു ആഡ് ചെയ്തില്ലെന്ന്. ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തോടെ, മനസ്സോടെ, സന്തോഷത്തോടെ കുക്ക് ചെയ്യുക, സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ രുചി അതൊരു വേറെ ലെവലാണ്. അതാണ് നമ്മുടെ മലയാളികളുടെ മാജിക് മസാല.